AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തനിനാടൻ രീതിയിലൊരു ചക്കരിശ്ശേരിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ചക്ക നമ്മുടെ പ്ലാവിൽ തന്നെ ഉള്ളത് ഇട്ടതാണ്. ഇനിയിപ്പോൾ ചക്കയൊന്നുമില്ല, നമ്മുടെ ചക്കയെല്ലാം തീർന്നു. ഇത് ലാസ്റ്റിലേതാണ്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഒരു ചക്കരിശ്ശേരി ഉണ്ടാക്കാം, ലാസ്റ്റിലെ ചക്കയല്ലേ. അപ്പോൾ ചക്കയെല്ലാം അതിൻ്റെ മുറിച്ച് അതിൻ്റെ ചുളയൊക്കെ വേറെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ചക്കയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പുറത്തിരുന്നിട്ടാണ്, മുറ്റത്ത്. അവിടെ ഒരു പഴയ കട്ടിൽ കിടപ്പുണ്ട്, അത് മേലെ ഇരുന്നിട്ട് അപ്പോൾ നമുക്ക് അടുക്കളയിലൊന്നും ആവില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ചക്കയെല്ലാം വൃത്തിയായി അരിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് വന്നു. പരിപ്പ് കഴുകി അടുപ്പത്ത് വെക്കുകയാണ്. അധികം വേവില്ലാത്ത പരിപ്പാണിത്, അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്നുമല്ല വേവിക്കുന്നത്. അപ്പോൾ പരിപ്പ് ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മളിതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഞാനിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഉരുളിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്യാവശ്യം കുറച്ചൊരു വലുപ്പമുള്ള ഉരുളി ആയതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുക്കറിലല്ല, ചക്കയ്ക്ക് ഒരുപാട് വേവില്ല, പരിപ്പിനും വേവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം എത്രയൊക്കെ വെന്തോന്നൊക്കെ. അപ്പോൾ അതാ ചെറിയതായിട്ടൊന്ന്, അതായത് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ചക്കയിലേക്കും കൂടി വേണ്ടി ചേർക്കണം, പിന്നെ നമ്മൾ ചക്കയിൽ വേറെ ചേർക്കണില്ല. അപ്പോൾ അതിനും കൂടെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ ചേർക്കാൻ. ഇനിയിപ്പോൾ ഈ തിളച്ച് വന്നിട്ടുള്ള ഈ കൂട്ടിലേക്ക് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ചക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വേവ് കുറവുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കണം. ഞാനിത് വേവ് കുറവാകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കൂട്ടിലേക്ക് ചക്കയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇതിലൊന്നൊക്കെ ഒന്ന് ആവിയൊക്കെ വന്നതിന് ശേഷമാണ് ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണുള്ളൂ. ഇപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് തന്നെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ആ തിളയൊക്കെ ഒന്നിങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി എല്ലാവരും ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിയിലുള്ളതൊക്കെ ഒന്ന് ഏകദേശം ഇപ്പം തന്നെ ഒന്ന് വെന്ത ഒരു പരുവത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ഇളക്കിയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അടച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ ചക്കയൊക്കെ നന്നായി വെന്തു. അപ്പോൾ ഇനി ഞാനിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ജീരകവും നാളികേരവും നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണിത്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമ്മുടെ ചക്കയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. എന്ന് വെച്ച് പറ്റ കുഴമ്പ് പോലെയായിട്ട് ആക്കിയിട്ടുമില്ല, അത് അവരവരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് അടുപ്പത്തുനിന്ന് ഒന്ന് നന്നായി ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ നാളികേരം ജീരകമൊക്കെ ഒന്ന് വേവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചത്. അപ്പോൾ തിളയൊക്കെ വന്നു. ഇനിയിപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് ചേർക്കണം. അതിനു വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചതിന് ശേഷം നാളികേരം ചെറുതായി ചിരകിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ വരെ നാളികേരം മൂപ്പിച്ചെടുക്കണം.
അപ്പോൾ ഞാനിതാ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ വേണം, എന്നാലേ നമ്മുടെ നാളികേരമൊക്കെ മൂത്ത് വരുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കടുകും ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ എരിശ്ശേരിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 1/4 മുറി നാളികേരം ചിരകിയതുണ്ട് ഇത്. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി എന്ന് വെച്ചാൽ നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഈ നാളികേരം മൂക്കണം. ആ ചീഞ്ചട്ടിയൊക്കെ അത് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കയ്യിൽ ക്യാമറ, മറ്റേ കൈ ഇങ്ങനെ ഇളക്കുമല്ലേ, നമ്മളിത് പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്താ നോക്കിയിട്ട് കാര്യമില്ല, ഒരു ട്രൈപ്പോഡ് എന്തായാലും വാങ്ങണം. അപ്പോൾ നമ്മുടെ വറവൊക്കെ ഞാൻ എരിശ്ശേരി കൂട്ടിലേക്ക് ചേർത്തു. അപ്പോൾ അതാ സൂപ്പർ ടേസ്റ്റിൽ നല്ല നാടൻ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഇപ്പോൾ ഒക്കെ ചക്കയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലായിടത്തും.